ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഞാൻ ഹിന്ദു, ആള് ക്രിസ്ത്യൻ. നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കിയത്. നമ്മളിൽ ഒരാളായിട്ട് നമ്മളെ കണ്ടിട്ട് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ആലപ്പുഴ പത്തനംതിട്ട വഴി അങ്ങനെ ഒരു ട്രിപ്പ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ളൊരു സാഹചര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി, പിന്നെ ടൈമൊക്കെ കിട്ടാതെയായി. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, ഒന്നേ നമുക്ക് തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പുതിയ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ചേർന്നിട്ട് ഒരു വീഡിയോസ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും പുതിയ ഒരുപാട് വീഡിയോസും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് സുരാജ് എന്നാണ്. എൻ്റെ വീട് ഇന്ന് പാലക്കാടാണ്. എൻ്റെ പേര് സിമി. എൻ്റെ വീട് പത്തനംതിട്ട ആണ്, കോഴഞ്ചേരിയാണ്. എൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മ അനിയൻ പിന്നെ ഇവളാണുള്ളത്. ആളുടെ വീട്ടിൽ അമ്മ അനിയൻ, പിന്നെ ചേച്ചിയുടെ മാരേജ് കഴിഞ്ഞ ആലപ്പുഴയിലാണ്. വെച്ച് കഴിഞ്ഞാൽ ഓരോരോ പ്രൈവറ്റ് കമ്പനീസൊക്കെ ആയിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സെയിൽസിൽ, ബില്ലിങ്ങിൽ, ക്യാഷിൽ, പിന്നെ അക്കൗണ്ട്സ്, പിന്നെ മാനേജർ, അങ്ങനെ എല്ലാം വർക്ക് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ടൊരു ഷോപ്പായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കിയത്. ഇപ്പോൾ റീസെൻ്റ്ലി 2 മാസമായി. മാർച്ച് 15-നായിരുന്നു ഓപ്പണിങ്. പിന്നെ വിഷു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി. പിന്നെ അതിൻ്റെ കറക്കം കാര്യങ്ങൾ, പർച്ചേസിന് പോക്കും അങ്ങനെയായിട്ട് നമുക്ക് ഒരുപാട് കുറച്ച് അലച്ചിലൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഏകദേശം ഒന്നും എന്ത് ചെയ്യാം സെറ്റായി വന്നത്. ഞാനാണെങ്കിൽ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലും കോളേജിലൊക്കെ ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം കുറച്ച് ബ്രേക്കായി. ഇപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞാണ് പിന്നെ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നത്. അപ്പോൾ കുറച്ച് ലീവ് എടുക്കാൻ കരുതി. അപ്പോൾ ഇനി അടുത്ത ആഴ്ച ഞങ്ങളൊരു ട്രിപ്പ് ഉണ്ട് ആളുടെ നാട്ടിലേക്ക്. അങ്ങനെ ആലപ്പുഴ പത്തനംതിട്ട വഴി അങ്ങനെ ഒരു ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും, പുതിയ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവളുടെ വീട്ടുകാരെ എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. കാരണം നമ്മൾ ഫാമിലി വീഡിയോസൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് എന്തായാലും വൈകാതെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ ഇരുന്നിട്ടാണ് ഇപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇനി ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടും നിങ്ങൾ കമൻറ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒന്നിലും അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ, നമ്മൾ പ്രൊഫഷണൽ യൂട്യൂബേഴ്സൊന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മളെക്കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോരോ വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസിലൂടെ ഇനി വരുന്നുണ്ട്. ലവ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി മാരേജാണ്. കാരണം ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഞാൻ ഹിന്ദു, ആള് ക്രിസ്ത്യൻ. അങ്ങനെ ഇന്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഇരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഫാമിലീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായി. ആദ്യത്തെ ഒരു എല്ലാം ഉണ്ടാവുമല്ലോ എല്ലായിടത്തെയും പോലെ, അവിടെയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ വീഡിയോസൊന്നും ചെയ്യാനും പറ്റിയില്ല, ചെയ്യാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് ഹോസ്പിറ്റൽ കേസ്, ഹെൽത്ത് ഇഷ്യൂസ്, വൈഫിനും അമ്മയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഷോപ്പിൽ നിന്ന് നമ്മുടെ ഡ്രസ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഡ്രസ് കോഡ്, യൂണിഫോം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഇപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ ഷോപ്പായതുകൊണ്ട് ഇപ്പോൾ ഐഫോണും കാര്യങ്ങളൊന്നും നമുക്ക് ഗിവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഷോപ്പിൽ നിന്ന് നമ്മുടെ ഡ്രസ്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ഗിവ് ആയിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് മാത്രമേ നമുക്ക് പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നോ നമ്മൾ എത്രത്തോളം എന്ത് ചെയ്യാം, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ.
നമ്മളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളിൽ ഒരാളായിട്ട് നമ്മളെ കണ്ടിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ പിന്നെ കുറേ യൂട്യൂബേഴ്സിന് മീൻസ് ഇപ്പോൾ സക്സസ് ആയതല്ല, ഇപ്പോൾ കുറേ പേർക്ക് ചാനൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ താല്പര്യം ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഓരോരുത്തർ കളിയാക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് കുറേ പേര് വീഡിയോസൊക്കെ ചെയ്യാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളും അതുപോലെ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം സെറ്റായി. കാരണം നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങിയാലാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സീറോയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഷോപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ സെറ്റാക്കിയത്. അപ്പോൾ അതേപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത്ത്. അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാ ദിവസവും ഞങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ മാക്സിമം വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതെ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.